ഞാൻ ഇന്ന് കളിക്കാൻ വന്ന ഗെയിമാണ് ഗ്രാനി. ഇന്ന് എന്തായാലും ഗ്രാനി കംപ്ലീറ്റ് ചെയ്യും ഗൈസ്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഗൈസ്. ഇന്ന് ക്രിസ്മസ് ആണല്ലോ ഗൈസ്. പിന്നെ ഗ്രാനി എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യും. പക്ഷേ ഇത് ഡിഫിക്കൽട്ടി നോക്കി ഗൈസ്. ഇത് പ്രാക്ടീസ് ഇട്ടേക്കുവാണ്. എനിക്കാണെങ്കിൽ വലുതായിട്ട് അറിയില്ല ഗൈസ് എങ്ങനെ കളിക്കണ്ടേന്ന്. ഞാൻ വലുതായിട്ട് കളിക്കാറില്ല. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഇവിടെയാണ്. കളിച്ചു നോക്കാം നമുക്ക്. എന്തായാലും കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തായാലും എന്താ പറയുക, ഈസിയും മീഡിയമും ഈസിയും നോർമലും ഹാർഡല്ല ബാക്കിയുള്ളെല്ലാം കളിക്കാം ഗൈസ്. സ്റ്റാർട്ടായിട്ടുണ്ട് ഗെയിം. എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ. സാധനങ്ങളൊക്കെ ഇവിടെ എന്തോ. ഓക്കെ, ഇവിടെ വെപ്പൺ ഉണ്ട്. ഞാൻ ചുമ്മാ നോക്കിയതാണ് ഗൈസ്. ഇവിടെ ചെയിൻ കട്ടർ. നമ്മൾ ഇതാണ് ഡോർ എസ്കേപ്പാണ് ചെയ്യാൻ നോക്കുന്നത്. ഡോർ എസ്കേപ്പാണ് നല്ലത്. അല്ല, അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഡോർ എസ്കേപ്പാണ്. ഏത് എസ്കേപ്പാണോ നമുക്ക് പറ്റുന്നത് അത് ആ എസ്കേപ്പേ നമ്മൾ ചെയ്യുള്ളൂ. കാർ എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കാർ എസ്കേപ്പ് ആണ് എൻജിൻ പാർട്ടി ഇടിയുന്നേ ഉള്ളൂ ഗൈസ്. പക്ഷെ ഭയങ്കര പാടാണ് ഗൈസ്. കാർ എസ്കേപ്പ് കുറേ ഉണ്ട്. എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തോളാം എപ്പോഴെങ്കിലും. ഇവിടെയാണ് വെപ്പൺ എടുക്കാം. ഇവിടെ ഗ്രാനി നമുക്ക് പൂശാം. സോറി, ഗ്രാനി ഇല്ല. നമുക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ അങ്ങനെ വല്ല യൂസ്ഫുൾ ഇവിടെ ഇവിടെ വല്ലതും കാട്ടണേ. ഇവിടെ ഇല്ല. നമുക്ക് ഈ ബട്ടൺ നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആവും. ഇവിടെ ഒന്നുമില്ല. ടെടീനെ കിട്ടിയിട്ട് ഒരു ഗുണമില്ല. ഓക്കെ, നമുക്ക് ബുക്ക് ഇപ്പം ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പോഴല്ല. നമ്മൾ എന്തായാലും പോയി സ്ക്രൂ ഡ്രൈവർ എടുക്കാം ഗൈസ്. പിന്നെ കുറച്ച് എളുപ്പമല്ല. അവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് ഇരിപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. പക്ഷെ നമുക്ക് ഈ ക്രോസ് ബോ ഉള്ളതുകൊണ്ട് ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യമില്ല. ഷൂട്ട്. അവിടെ വീണിട്ടുണ്ട് ഈ സാധനം. ഉരുണ്ട് പോകാതെ പ്ലീസ്. അടങ്ങിയിരിക്കുന്നു പ്ലീസ്. ഓ നാശം. ഓക്കെ, ഇത് നമുക്ക് താഴോട്ട് പോയി സാധനം തുറക്കാറുണ്ട്. അവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. മാസ്റ്റർ കീ കിട്ടിയാൽ മതി. മാസ്റ്റർ കീ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായേനെ കളി. മാസ്റ്റർ കീ അല്ല ഗൈസ്, പാഡ്ലോക്ക് കീ ആണ്. പാഡ്ലോക്ക് കീ എല്ലാത്തിനും യൂസ് ആവും ഗൈസ്. കാർ എസ്കേപ്പിനും ഇതിനും എല്ലാം യൂസ് ആവും. നമുക്ക് ആദ്യം വന്ന് ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ പരിപാടി ഇപ്പം ഇതിവിടെ യൂസ് ചെയ്യേണ്ട. ഇവിടെയാണോ? അതിനിടെ പാഡ്ലോക്ക് കോഡ്. ഇവിടെ പാഡ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാഡ്ലോക്ക് ചെയ്യുന്നത് ഡോർ എസ്കേപ്പിന് വേണ്ടേ? ഇവിടെ സോറി, ഞാൻ ഇത് കണ്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത സാധനം പോയി ഇവിടെ എല്ലാം തപ്പി നോക്കാം. ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കും. ഇവിടെ പ്ലേ ഹൗസ് കീ. ഓക്കെ, പ്ലേ ഹൗസ് അവിടെയാണ് ഗൈസ്. അവിടെ കൊണ്ടുവയ്ക്കാം. ഇതാണ് പ്ലേ ഹൗസിൻ്റെ ഇവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് അടുത്തത് അണ്ടർഗ്രൗണ്ട്. ഇവിടെ എല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് ഈ എസ്കേപ്പിന് ആവശ്യമുണ്ട് ഗൈസ്. ബേർഡ് സീഡ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബേർഡ് സീഡ് എടുത്തൊന്ന് താഴ്ത്തു പോവാം. കാക്കയുടെ അടുത്ത് വന്നിട്ടുണ്ട്. നോക്കട്ടെ, ആവശ്യമുള്ള സാധനമാണല്ലോ. അതുകൊണ്ട് ഇന്നത്തേക്ക് നമുക്ക് ഇതെടുക്കാം. കോക്ക് വീലുമായിട്ട് നമുക്ക് മേളിൽ പോകാം. അന്നേരമാണ് ഇവിടെ കോഡുണ്ട് ഗൈസ്. അത് നമുക്ക് അതും എടുക്കണം. പിന്നെ ബുക്കും ഉണ്ട്, അതും എടുക്കാം ഗൈസ്. നമ്മൾ കോക്ക് വീല് സെറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് കോഡ് എടുക്കാം. പാഡ്ലോക്ക് കോഡ് എടുത്തുകൊണ്ട് വരാം ഗൈസ്. പക്ഷെ ഇവിടെയാണെങ്കിൽ ഈ കോഡിൻ്റെ ആവശ്യം വരുന്നത്. ഇനി കോഡിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ബുക്ക് എടുക്കാം. ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ബുക്ക് കിട്ടി.
ബുക്കാണ് ഗൈസ്, നമുക്ക് എസ്കേപ്പ് പഠിക്കാനുള്ള കുറച്ച് മെയിൻ സാധനമാണ് ഈ ബുക്ക്. പക്ഷെ ആദ്യം വേണ്ട ഇവിടെ കണ്ട ഈ റൂമിൻ്റെ ഇവിടെയാണ് ഈ സാധനം നമുക്ക് ആക്കണം. ഇവിടെ തുറക്കും. അന്നേരം ഈ സ്ലെൻഡറി എൻ്റെ പേരാണ് ആഞ്ചലിന. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനി ഉണ്ടല്ലോ, ഗ്രാനീൻ്റെ മോളാണ്. ഇപ്പം സ്ലെൻഡറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിന് പ്രേതമായിട്ടാണ് താഴോട്ട് പോകുന്നത്. ഓക്കെ, ഈ പ്രേതം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ഒരു സീനുണ്ട്, കാണിച്ചു തരാം. ഇനി നോക്കണേ, ഇതല്ല കുറച്ച് നേരം കഴിയുമ്പോൾ കാണിച്ചു പരാ കണ്ടോ. നമ്മൾ പോയിട്ട് വന്നപ്പോഴേ അത് വന്ന് ഇവിടെ ഒരു കീ ഡ്രോപ്പ് ചെയ്യും. അതുവരെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ബാത്റൂമിലെല്ലാം എന്തോ ഇവിടെ ഇല്ല, ഇവിടെ ആവശ്യമില്ല. എല്ലായിടത്തും താരമായിട്ട് ചെക്ക് ചെയ്യണം ഗൈസ്. അത് ഇവിടെ ഇത് ഹൈഡ് ചെയ്യുന്ന സ്ഥലമാണ് ഗൈസ്, അവിടെ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് എല്ലായിടത്തും ചെക്ക് ചെയ്യണം ഗൈസ്. പിന്നെ ഇവിടെ ഇത് വെച്ച് അണ്ടർഗ്രൗണ്ട് ഒരു ആവശ്യമുണ്ട് ഗൈസ്. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച ഈ ഏരിയ ആണ് ഗൈസ്. ഈ ഏരിയ കണ്ട ഇവിടുന്ന് ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇവിടെ നമുക്ക് പോയി ഇനി ഇവിടെ താഴെ വന്ന് ഇതിൽ കൂടെ ഷൂട്ട് ചെയ്യണം. അല്ല, ഈ സാധനം കൊണ്ട് അതിൽ ഷൂട്ട് ചെയ്യണം. ഇന്നുണ്ടെങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് വരും. ഇനി ക്രോസ് ബോൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതിവിടെ ഇടാം. തല വന്നിട്ട് അസ്ഥിമച്ചാൻ മരിച്ചുപോയി അവിടെ ഇരുന്ന് തന്നെ. ഇതിന് ഈ ഹാമറിന് കുറച്ച് യൂസ് ഉണ്ട്. രാത്തോട്ട് കയറട്ടെ. മീറ്റ് അവിടെ ഉണ്ട്. മീറ്റ് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. നമുക്കിനി ചെയിൻ കട്ടറല്ലേ, ഇവിടെ എല്ലാം ചെക്ക് ചെയ്യട്ടെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മണ്ടയ്ക്ക്. ഇതെല്ലാം ഊരിയിട്ടുണ്ട്. ഓർഡറി ഒന്നും എനിക്ക് അവിടെ. ഓക്കെ, നമുക്ക് ഇനിയാണെങ്കിൽ എന്താ ഇതൊന്ന് പൊട്ടിച്ചിട്ടേക്കാം ഗൈസ്. ഇത് താഴ്ത്തിടാം. എന്നിട്ട് ഈ കാർക്കി ആയിട്ട് നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. ഇതിൻ്റെ മണ്ടയ്ക്ക് താഴെ വീണാൽ നമ്മൾ ഉറപ്പായിട്ടും ചാവും ഗൈസ്. മേ ബി ഐ ക്യാൻ യൂസ് വൺ ഓഫ് ദി പ്ലാങ്ക്സ്, എന്നാലേ അവിടെ എത്താൻ കഴിയൂ. കാർക്കി യൂസ് ചെയ്യേണ്ട